السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದಲ್ಲಿ ಎಲ್ಲ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹುರೇ ಸೂಕ್ಷಿಟ್ಟು ಜೀವನಾಕೊಂಡು ಚಂತು ಸ್ವಂತ ನಫ್ಸರ ಮರಕಂಟ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕಿಂಟಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಂಟಿಲ್ಲ. ಅಲ್ಲಾಹು സുബ്ഹാനഹു വ തആല അവനുക്ക് ഭയപ്പെട്ട് ജീവനാക്കടെ യഥാർത്ഥ മുത്തഖിമാർ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും സത്യവിശ്വാസിമാരെ, ഈ ദുനിയാവിലും സത്യവിശ്വാസം സ്വീകരിച്ചിട്ട് അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശനത്തെ പ്രകാരം ഈ ദുനിയാവിലും അമൽ സ്വാലിഹത്ത് എടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിട്ട് എന്ത് കൈത്തിക്കറ് ഈ അമൽ സ്വാലിഹത്തിങ്ങ ഞങ്ങൾ എടുക്കുന്ന ചൊന്നിട്ടായെങ്കിൽ മരണാനന്തര ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ജീവനമുണ്ട്, ശാശ്വതമായ ഒരു ജീവനമുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവനം. ആ ജീവനത്തിൽ സുഖ കിട്ടും, അവിടെ ആനന്ദം കിട്ടും, അവിടെ സംതൃപ്തി കിട്ടും. അപ്പൊ ആ ആനന്ദം, സംതൃപ്തിയും സുഖത്തിന് വേനായിട്ട് ഇതാ ഈ റമളാൻ തിങ്കളിൽ പോലും അള്ളാഹു ഹലാലാക്കിയ പല കാര്യത്തെ ഫജ്റിനെ പിടിച്ചിട്ട് മഗ്രിബ് തോലും ഈ നല്ല ചൂട് വെയിലിക്ക് കുടിക്കാണ്ട് തിന്നാണ്ട് പല രൂപത്തിലെ പ്രയാസത്തും സഹിച്ചിട്ടും മഗ്രിബ് തോൽ ഞങ്ങൾ നോമ്പനുഷ്ഠിക്കര് എന്ത് കേട്ടെങ്കിലും അതിന് പെരുത്തിൽ ഉത്തര അധ്യായത്തിക്കര് മരണാനന്തര ജീവിതത്തിൽ സുഖ കിട്ടും. ആ സുഖത്ത് ബനായിട്ട് ഊടത്തിൽ കഷ്ടത്തെ സഹിക്കും. കാരണം വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാടുത്തണ്ട് അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തേക്ക് നിരായാസമായിട്ട് എന്തൊരു പണിയെടുക്കാണ്ട്, എന്തൊരു അധ്വാനമില്ലാണ്ട്, എന്തൊരു ബുദ്ധിമുട്ട് സഹിക്കാണ്ട് നിങ്ങൾ എന്ത് സ്വർഗത്തേക്ക് സുലാഭത്തിൽ പോണ്ടേ ചൊന്ത് നിങ്ങൾ വിചാരിച്ചിറോറാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കേൾക്കരുത്. അപ്പൊ അത്തരത്തിലുള്ള ആ സുഖസമ്പൂർണമായ സ്വർഗം ഞങ്ങൾക്ക് കിട്ടണുണ്ടായെങ്കിൽ ഈ ദുനിയാവുടെ ജീവിതത്തിൽ കഷ്ടത്തെയും പ്രയാസത്തെയും ഞങ്ങൾ സഹിക്കുന്നുണ്ട്.
അതേപോലെ നല്ല നല്ല അമലുങ്ങളെ എടുക്കുക പണ്ട് ഇല്ലാണ്ടായെങ്കിൽ വലിയ ഒരു നഷ്ടത്തിക്കറ് ഞങ്ങൾക്ക് ഭാവി ജീവനത്തിൽ കാണോക്കിട്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു ചൊന്നെങ്കിൽ എല്ലാം എത്തിക്കരുത്, ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണത്തെ ടേസ്റ്റ് നോക്കರು ചൊന്തു ഖുർആൻ, മരണത്തെ രുചിയുടെ നോക്കರು. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ ആക്കിയതിക്ക് പൂർണ്ണമായ പ്രതിഫലം തൻ്റെ നാളെ എത്തിക്കറ് ഖിയാമത്തിലുണ്ട്. ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലിൽ ജന്നത ഫഖദ് ഫാസ്. ആ ഖിയാമത്ത് നാളില് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ പ്രതിഫലം തന്നിട്ട് അണ്ടത്തെ നാളില് ഫമൻ ആറൊരുത്ത സുഹ്സിയ അനിൻ നാർ, നരകത്തിൽ നിന്ന് ദൂരായന അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് തടിയൽപ്പെട്ടിട്ട് വഉദ്ഖിലിൽ ജന്ന, സ്വർഗത്തിക്ക് പ്രവേശിക്കന ഫഖദ് ഫാസ്. അങ്ങേറ്റിക്കുറു ഈ ദുനിയാവുടെ ജീവിതത്തില് ഗന്ധിയ ആൾമാർ, വിജയായ ആൾമാർ ചൊന്തു, വിന്നായ ആൾമാർ ചൊന്തു വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തൻ. അപ്പൊ ഞങ്ങത്തെ അമൽ സ്വാലിയത്തുക്ക് പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന ആളെ എത്തിക്കറ് ഖിയാമത്തിലുണ്ട്. അന്നത്തെ നാളില് ഞങ്ങളെ അമൽ സ്വാലിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് അത്ര പൂർണ്ണമായ സ്വർഗത്ത് പോണുള്ള പ്രതിഫലത്തെ അല്ലാഹു തന്ന് ആ നരകത്തിക്ക് പോവാണ്ട് സുഖസമ്പൂർണമായ സ്വർഗത്തിക്ക് ഒരു മനുഷ്യൻ കടന്നുപോയിട്ടായെങ്കിൽ ആ മനുഷ്യ ഗന്തി ആള് ചൊന്തു വിശുദ്ധ ഖുർആൻ. അതൈറ്റിക്കർ ഒറിജിനൽ ഗന്ധൽ, അതൈറ്റിക്കർ യഥാർത്ഥമായി വിണ്ണാവൽ ആറുത്ത സ്വർഗത്ത് പോയ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ അവസാനിക്കരെ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവുടെ സൗന്ദര്യ ചൊല്ലിയത്, ഈ ദുനിയാവുടെ ചന്ത ചൊല്ലിയത്, ഈ ദുനിയാവുടെ ഈ പച്ച കാണ്ടത്, ഇത് നിങ്ങളെ വഞ്ചനത്തിലാക്കരുത് വിശുദ്ധ ഖുർആൻ. ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഇത് തടയൽപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പഠിപ്പാൻ. അതുകൊണ്ട് ദുനിയാവുടെ അലങ്കാരത്തെ പെറോത്തിലു ഒരു മനുഷ്യൻ പോണു തീരാ. ആഖിറത്തിക്ക് പേനായിട്ട് അവನು ഈ ദുനിയാവിലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക പേനായിട്ട് ഈ ദുനിയാവിലോ അവನು കൂടെ ಅದಕ್ಕೆ പേനായിട്ടുള്ള അമലും ಅದಕ್ಕೆ പേനായിട്ടുള്ള പ്രവർത്തനമായിട്ടിരിക്കണു അവന്റെ ജീവിതത്തിൽ പേനായിട്ട്. കാരണം ഈ ദുനിയാവുടെ ജീവിതത്തിൽ ഒരാൾ സോത്തുപോയെങ്കിൽ അള്ളാഹു ചൊന്ന പല ജീവിക്കാണ്ട് അള്ളാഹുടെ നിയമനിർദ്ദേശനത്തെ തിരസ്കാരാക്കിയിട്ട് അതിനെ നിഷേധാക്കിയിട്ട് അവന്റെ മനസ്സ് ഇച്ഛ പ്രകാരം അവൻ ജീവിച്ചിട്ട് മരണപ്പെട്ടു പോയെങ്കിൽ വലിയൊരു നഷ്ടത്തിക്കർ അവന്റെ ജീവിതത്തിൽ കടന്നു പറഞ്ഞു. ചെറിയ നഷ്ടമല്ല, ശാശ്വതമായ ഒരു നഷ്ടമൈത്തിക്കര്, പ്രയാസത്തെ ഒരു നഷ്ടമൈത്തിക്കര്, നൊമ്പലത്തെ ഒരു നഷ്ടമൈത്തിക്കര്. അതൈത്തിക്കര് ജഹന്നം ചൊല്ലിയത്, അതൈത്തിക്കര് നരക ചൊല്ലിയത്. നാളെ ആഖിറത്തില് ചില ആൾമാരിലോ ഈ ദുനിയാവിലു അള്ളാഹു ചൊന്ന പോലെ ജീവിക്കാത്തങ്ങ എത്ര ഉപദേശം കിട്ടിട്ടും എത്ര നന്മ അങ്ങനെ മുന്നോട്ട് ചൊന്നു കൊടുത്തിട്ടും അത് സ്വീകരിക്കാണ്ട് അഹങ്കാരത്തിൽ ധിക്കാരത്തിൽ ജീവിച്ച ആൾമാർ നാളെ അള്ളാഹുടെ മുന്നോട്ട് ഖേദപ്രകടനാക്കിയ ഒരു രംഗമുണ്ട്. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തുണ്ട്. ഖേദപ്രകടന വാസ്തവത്തിൽ അവിടെ എന്ത് ഖേദപ്രകടനാക്കിയിട്ട് ഒരു ഫായിദമില്ല, ഒരു ഉപകാരമില്ല, ഒരു പ്രയോജനമില്ല. സൂറത്ത് സജ്ദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. വലൗ തറാ ഇതിൽ മുജ്രിമൂൻ, അണ്ടത്തെ നാളിൽ മുജ്രിമിങ്ങ, അക്രമിങ്ങ, തെമ്മാടിത്വത്തിൽ ധിക്കാരത്വത്തിൽ ജീവിച്ച ആൾമാർ നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, അങ്ങ് തങ്ങളെ റബ്ബുടെ എതിരു നാണിച്ചിട്ട് ലജ്ജിച്ചിട്ട് തലക്കീലിട്ട് നിൽക്കുന്ന സന്ദർഭത്തില് അങ്ങ് ചൊല്ലൊരു റബ്ബന ഞങ്ങളെ റബ്ബേ അബുസർന ഞങ്ങൾ നോക്കിയ. കാരണം അങ്ങ് നരകത്തിന്റെ ക്യാൻഡിഡേറ്റ് ആ നരകത്തെ മുന്നോലായിട്ട് കിടങ്ങല്ലേ. എന്നിട്ട് ആ നരകത്തെ കാണും അങ്ങ് ചൊല്ല റബ്ബന അബുസർന, അള്ളാഹുവെ ഞങ്ങൾ നോക്കിയ, കൃത്യമായിട്ട് ഞങ്ങൾ കേട്ട, അതുകൊണ്ട് ഫർജിഅന ഒന്ന് നീ ഞങ്ങളെ മടക്കി തന്നു,
തിരിച്ചിട്ട് ആ പഴയ ജീവിതത്തിക്കൊന്ന് മടക്കി തന്നു തന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് ചൊല്ലേ നഅമൽ സ്വാലിഹാ ഞങ്ങ നല്ല നല്ല അമൽ സ്വാലിഹത്തുങ്ങ എടുക്കറ ഇന്ന മൂക്കിനൂൻ ഒറിജിനൽ മുഅ്മിനീങ് അവിടെ ലാട്ട് പോട്ടല്ല ആര് കാണിക്കോബേനായിട്ടല്ല ബദലായിട്ട് യഥാർത്ഥ മുഅ്മിനീങ്ങനങ്ങ അവിടെ. അതുകൊണ്ട് അല്ലാഹുവേ ഈ കത്രെ ഈ പ്രയാസ അനുഭവിക്കുല്ലേ ഈ നരകത്തിക്ക് ഞങ്ങളെ കടത്താൻത്തെ ഒന്നുകൂടില്ല ഒരു അവസരത്തെ നീ ഞങ്ങൾക്ക് തരണം അല്ലാഹുവേ. അല്ലാഹുവിന്റെ ഖേദ പ്രകടനാക്കരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖേദ പ്രകടനാക്കരെ. ഇത് അവിടെ മാത്രമല്ല, സൂറത്ത് ഫജ്ർ അല്ലാഹു സുബ്ഹാനഹു ചൊല്ല വജീഅ യൗമൈദിൻ ബിജഹന്നം യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ വജീഅ യൗമൈദിൻ ബിജഹന്നം നരകത്തെ ഞങ്ങൾ മുന്നോൽ കൊണ്ടുവരുമ്പോൾ, അതായത് നരകത്തെ ആൾമാർ ആ നരകത്തെ മുന്നോൽ നിൽക്കുന്ന സന്ദർഭത്തില് യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ ആ നരക നോക്കിക്കൊണ്ടുള്ള മനുഷ്യൻ അപ്പൈറ്റിക്ക് ചിന്തനാക്കി യതദക്കറുൽ ഇൻസാൻ അല്ലാഹു ചൊല്ലേ മനുഷ്യൻ അവിടെ ചിന്തനാക്കറ ആ നരകത്തെ മുന്നോൽ നിന്നിട്ട് ചിന്തനാക്കറ അല്ല ചൊല്ലേ അപ്പ ദിക്റാക്കിട്ട് അപ്പ ചിന്തനാക്കിട്ട് എന്ത് കാര്യമുണ്ടോ കാരണം ഇനി ഏതാ നിമിഷത്തുക ആ ജഹന്നം നമുക്ക് കടന്നു പോണ്ടേ. അങ്ങനെ ആ നരകത്തെ മുന്നോല് യതദക്കറുൽ ഇൻസാൻ മനുഷ്യൻ ചിന്തനാക്കറ. വാസ്തവത്തിൽ അവൻ എവിടെ ഇട്ടിക്കണം ചിന്തനാക്കണ ഇത് ഈ മരക്കിരയ്ക്ക് മുന്നോല ഇട്ടിക്കണം ചിന്തനാക്കണ ഇത് ഏത് ശരി ഏത് തപ്പു ജന്തു എന്തെങ്കിലും ഊടെ ചിന്തനാക്കാണ്ട് എത്ര ഉപദേശക്കിട്ടിട്ടും എത്ര നല്ല രൂപത്തിൽ അവനക്ക് വിവരത്തെ എത്തുപാട്ടിട്ടും അതിനെ സ്വീകരിക്കാണ്ട് ധിക്കാരത്തോടു കൂടി നടന്ന അതേ മനുഷ്യ നരകത്തെ മുന്നിൽ നിന്നിട്ട് ചിന്തനാക്കറ. നരകത്തെ കാണുമ്പോ ചിന്തനാക്കറ. അല്ലാഹു കേക്ക് അല്ലാഹു ചൊല്ലേ വഅന്ന ലഹു ദിക്റ. ഏ മനുഷ്യ അപ്പ നീന് ദിക്റാക്കിട്ട് ചിന്തനാക്കിട്ട് എന്ത് കാര്യമുണ്ടോ? എന്നിട്ട് ആ മനുഷ്യൻ നരകത്തെ മുന്നിൽ നിന്നെ ചൊല്ലൊരു പലക്കുണ്ടോ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി യഖൂലു യാ ലൈതനി നന്റെ നാശമേ ഖദ്ദംതു ലി ഹയാതി ഇതിൽ നിന്ന് രക്ഷപ്പെടുകയായിട്ട് നന്റെ ആ ജീവിതത്തിൽ എന്തായെങ്കിലും തന്നെ നന്മയാക്കി തിന്നിട്ടെങ്കിൽ ഇതിൽ നിന്ന് നാ ബച്ചപോവാൻ തന്നെ ഈ കത്രെ ഈ പ്രയാസ അനുഭവിക്കല്ലേ ഈ നരകത്തിൽ നിന്ന് ഞാൻ ബച്ചവാവാൻ തന്നെ ചൊന്തു നാല മനുഷ്യൻ ആ നരകത്തെ മുന്നോലിന്റെ ചൊല്ല ചൊന്ത് വിശുദ്ധ ഖുർആൻ. ഇങ്ങനത്തെ ഒരു അവസ്ഥ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു മനുഷ്യന്റെ സംബന്ധിച്ചിട്ട് കടന്നു പറഞ്ഞു തീരാം. അതായിട്ട് കാരുണ്യത്തെ റബ്ബു ഇത് ഞങ്ങൾക്ക് മുന്നോലായിട്ട് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പന്നെ മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഘട്ട പറഞ്ഞുകൊണ്ടു അതുകൊണ്ട് ഊടെ നീ അതൊക്കെ പിന്നെ തയ്യാറാക്ക്. അത് മാത്രമല്ല അല്ലാഹു അവിടെ ലഞ്ച കൊടുക്കണോ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ലഞ്ച കൊടുത്തിട്ട് കാര്യം നേടിയെടുക്കില്ലേ? അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തെ ആൾമാർ അങ്ങനെ നരകത്ത് ഉറപ്പായ സന്ദർഭത്തിൽ യുബശ്ശറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമൈദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജി. അല്ലാഹുവിന്റെ മുന്നോലോ മുജ്രിമീങ്ങ അക്രമീങ്ങ അങ്ങ് ചൊല്ലൊരു അല്ലാഹുവേ വലൗ ലൗ യഫ്തദി മിൻ അദാബി യൗമൈദിൻ ബിബനി അല്ലാഹുവേ നന്റെ മക്കളെ അതേപോലെ നന്റെ പെഞ്ഞായിരെ അല്ലെങ്കിൽ നന്റെ മാപ്പിളരെ അല്ലെങ്കിൽ നന്റെ സഹോദരന്മാരെ അല്ലെങ്കിൽ നന്റെ ബന്ധുമിത്രാരിമാരെ അത് മാത്രമല്ല എല്ലാരെ പരിഹാരമായിട്ട് നിൽക്കുന്ന നന്റെ നീ സ്വർഗത്ത് കർത്തോൻ ചൊന്തു ചിന്തനാക്കൊരു അവസ്ഥ ഉണ്ട് മനുഷ്യണ്ട് എല്ലാരും തന്നെ ഒരു ഉമ്മ നരകത്ത് പോണ്ടെങ്കിൽ ആ ഉമ്മ ചൊല്ലേ അല്ലാഹുവേ നന്റെ മക്കളെ നീ നേർത്തു പരിഹാരമായിട്ട് അങ്ങനെ നീ നരകത്ത് കർത്ത് തൊന്നറില്ല നന്റെ മാപ്പിളയുടെ അല്ലെങ്കിൽ എടുത്തോ നീന്ന്. അതേപോലെ നക്ക് നന്റെ ജീവിതത്തിൽ കടന്നു വന്നേ നന്റെ ദുനിയാവുടെ ജീവിതത്തിൽ നക്ക് നന്റെ കൂടെ എന്നെ ബന്ധുമിത്രാദിങ്ങളെ അങ്ങനെ നീ നരകത്ത് ഏത് ഉമ്മ ചൊല്ലേ ദുനിയാവിലോ ഒരു കിടാവുടെ കൈ എന്തായെങ്കിലും തീക്കിങ്ങനെ പോണ്ട സന്ദർഭത്തിൽ ചിലപ്പോ ആ ഉമ്മ കിടാവുടെ കൈ വലിച്ചിട്ട് തന്റെ കൈ കത്തിയും വിലയല്ല അങ്ങനത്തെ പിരിച്ചത്തെ ഉമ്മ നാല് ആഖിറത്തിൽ ചൊല്ല അല്ലാഹുവേ ഈ മക്കളെ നരകത്തിക്കിരി നീന്നു നിക്ക് ഞാൻ പരിഹാരമായി. കാരണം ഒരു കാരുണ്യ ആട്ടികവും അവിടെ ഇല്ല. ഖുർആൻ ചൊല്ലി നഫ്സി 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 നഫ്സിയാ നന്റെ നഫ്സ് എന്തേ നന്റെ ശരീരം എന്തേ ഞാൻ രക്ഷപ്പെട്ടേ അത് മാത്രമേ അവിടെ നോക്കുരല്ലാണ്ട്
ഒരാളും അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയിട്ട് ഗുർത്ത് എന്നെങ്കും പലക വരില്ല അവിടെ. കാരണം എന്തേ? അവിടെ ജഹന്നമായിട്ട് കണ്ടുകൊണ്ടില്ലത്. അതിൽ നിന്ന് രക്ഷപ്പെടണം. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അള്ളാഹുവേ എല്ലാം നിക്ക് തന്നെ ചൊല്ലുമ്പോ അള്ളാഹു ഉത്തര കല്ല, അത് വേണ്ട. ഇവിടെ അങ്ങനത്തെ ഒന്ന് ലഞ്ച കൊടുത്തിട്ട് നീನು ബച്ചവാവിടെ ಬಂದ ಪಕ್ಕ ಅಲ್ಲ ಇದು. ಇನ್ನಹಾ ಲವಾ, ಇನ್ನಹಾ ಲವಾ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತആല ചൊല്ലേ അത് ജ്വലിക്കുന്ന തീയായിട്ടിക്കറ്. നസ്സാഅതൽ ലിശവാ, നിന്റെ തലച്ചോറിനെ പാർപ്പാട്ടി പൊട്ടി തീയായിട്ടിക്കറ്. നിക്കത് ഉറപ്പായത്. ഇന്നുകൂടെ നീ എന്ത് ചൊന്നിട്ടും ഫായിദയില്ല, എന്ത് പരിഹാരമായിട്ടും തന്ത് ഫായിദയില്ല. കാരണം innahā lavā, അത് നലായിട്ടിക്കറ്, ജ്വലിക്കുന്ന തീയായിട്ടിക്കറ്, തുള്ളിട്ട് പായിക്കുന്ന തീയായിട്ടിക്കറ്. അല്ലേ? ആകാശത്ത് ഉയർത്തുക നരകത്തെത്തിയുടെ വിഷയത്തെ നമുക്ക് പഠിപ്പായിട്ട് തരുമ്പോ അതിങ്ങനെ തുള്ളുള്ള വണ്ടങ്ങ തുള്ളുടെ പോലെ, ഒണ്ടങ്ങ തുള്ളുടെ പോലെമേ ആ തീ ഇങ്ങനെ തുള്ളുറു. അങ്ങനത്തെ തീ ആയിത്തേക്കറ്. നിന്റെ തലച്ചോറിനെ പാർപ്പാട്ടിപ്പെട്ട് മറ്റേ തീ ആയിത്തേക്കു വിശുദ്ധ ഖുർആൻ. കാരണം ആ നരകത്തിക്ക് എത്തിണ്ടായെങ്കിൽ ആ നരകത്തിൽ അങ്ങനെ ശിക്ഷിக்கிறവನು അള്ളാഹു ആയിത്തേക്കറ. ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അള്ളാഹു ശിക്ഷിக்கிற പോലെ നിങ്ങളെ ശിക്ഷിக்கிறവನು ആരുമില്ല. അതേപോലെ അള്ളാഹു നിങ്ങളെ ബന്ധനത്തിലാക്കിയിട്ടേ പോലെ ബന്ധിപ്പിக்கிறവನು ആരുമില്ല ചൊല്ല് വിശുദ്ധ ഖുർആൻ. അത്രമാത്രം കഠിനമായിട്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുക. അപ്പൊ അള്ളാഹു അങ്ങനെ കഠിനമായിട്ട് ശിക്ഷിക്കുമ്പോ അള്ളാഹു അത്ര കഠിനമുള്ളവനല്ല, ബദലായിട്ട് അള്ളാഹു കാരുണ്യമുള്ളവൻ. അള്ളാഹു കാരുണ്യമുള്ളവನು. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബിയെ ചൊന്നു കൊടുക്കറു, ഞാൻ യാരെ പുറത്തു കൊടുക്കുന്നവനും കരുണ കാട്ടുന്നവനും ചൊന്നു കൊടുക്കറു നബിയെ. അള്ളാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആൻ. കാരണം അള്ളാഹുടെ കാരുണ്യം കൊണ്ടല്ലേ ഇപ്പൊ ഞങ്ങൾ ജീവനായിക്കൊണ്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ ജീവനായിക്കൊണ്ടല്ലേ റബ്ബുടെ കാരുണ്യം കൊണ്ടല്ലേ. സഹോദരന്മാരെ, ഒരു സുബൈ എഞ്ചിച്ച് ജാവ് വറങ്ങണേക്ക് മുന്നോലോ അള്ളാഹു ചൊന്ന പലക്കത്തെ വിരുദ്ധമായിട്ട് ഞങ്ങൾ കടന്നു പോകണില്ലേ ചില ഘട്ടത്തില്. എന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അപ്പമേ ശിക്ഷ തന്നെ ഉണ്ടായെങ്കിൽ ഈ ദുനിയാവിൽ ഒരു പുല്ലു കൊടിയും ബാക്കിയാവല. ഇപ്പൊ ഞങ്ങൾ ആറടി മണ്ണിലിക്കത്ത കബറിലിക്കಂತ അള്ളാഹുടെ കാരുണ്യം കൊണ്ടേത്തിക്കറ് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ആയുസ് ഇങ്ങനെ തന്നോണ്ടുള്ള ഒരു കൊറിയ നാളത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ആയുസ് നീട്ടിയോണ്ടുള്ള അള്ളാഹു അപ്പവേ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കില്ല. ഇന്ന് ശിക്ഷിക്കലുണ്ടായെങ്കിൽ ഒരാളും ഈ ദുനിയാവിൽ ബാക്കിയാവില്ല. അത്ര കാരുണ്യമില്ല ഉണ്ടല്ലാഹു. ഇത്തരമുള്ള ധിക്കാറ് കാട്ടിട്ടും അള്ളാഹു അവന്റെ നിയമത്തിന് മനുഷ്യന്മാരായി ഞങ്ങൾക്ക് തന്നോണ്ടുള്ള നിമിഷത്തിനും ശ്വസനമായി എടുത്തോണ്ടുള്ള ഞങ്ങളെ ശരീരത്തുള്ള പണി നടന്നുകൊണ്ടുണ്ടോ, നല്ല രൂപത്തിന്റെ സ്വര നടന്നുകൊണ്ടുണ്ടോ, ഞങ്ങളെ ജന്റെ കിഡ്നിങ് സ്വറാക്കുന്നുണ്ടോ, ഞങ്ങളെ ഹാർട്ട് സ്വറാക്കുന്നുണ്ടോ, ആ ರೀತಿಗೆ ഇದ್ರ നിയന്ത്രಣ ആക്കിക്കൊണ്ടുള്ള അവನು ആ കാരുണ്യത്തെ അള്ളാഹു വൈത്തിക്കിറ, ആ കാരുണ്യത്തെ റബ്ബൈത്തിക്കിറ. എത്രയുള്ള പണിങ്ങ ഞങ്ങളെ ശരീരത്തെ ഉൾക ഞങ്ങളെ ഈ ബോഡിയുടെ ഉൾക നടന്നു പത്ത് നല്ല സുന്ദരമായ തോലൈത്തിക്കറ്. ഇದ್ರ ഉൾക എന്തെല്ലാം സിസ്റ്റം ഉണ്ട് സഹോദരന്മാരെ. ഞങ്ങളെ മാത്രമാ ഈ ദുനിയാവിൽ എത്ര മില്യൺ കോടി കണക്ക് മനുഷ്യന്മാരില്ലേ. ഇതിൽ നിങ്ങൾ എല്ലാവരും നിയന്ത്രിക്കണം. അതല്ല അള്ളാഹു ചൊല്ലേ വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുടെ നിഅമത്ത് നിങ്ങൾ എണ്ണി കണക്കാക്കോ സുറാക്കിണ്ടായെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. കിഡ്നി ഡയാലിസിസ് ഉള്ള പേഷ്യന്റുമാർ ഡെയിലി അങ്ങ് 1 ലിറ്റർ തണ്ണി, ചില ആൾക്ക് 1 ലിറ്റർ തണ്ണി കുടിക്കില്ലത് സഹോദരന്മാരെ മയ്യാവിട. ആ തണ്ണില് അത് അങ്ങ് ചോറ് കൂട്ട കരിരെ സേരിട്ടേറ്റിക്കറ് ആ തണ്ണി കുടിക്കല്ലേ. ഞങ്ങളൊരു സഹോദരനുണ്ട് വാർത്ത ജണ്ട് പക ഡയാലിസിസ് ആവുള്ളൂ. അതിൽ കുടിക്ക് തന്നെ അതിൽ ചുണ്ടു ഇങ്ങനെ വറസരായിട്ട് തെല്ല് ഇങ്ങനെ നാവ് തെല്ല് തട്ടുപാട്ട മാത്രമേ യാറ് തണ്ണി കുടിക്കില്ല. എന്തേ ജണ്ട് മിഷന് പോയിട്ട് തണ്ണിയുടെ ഉൾക്കത്തെ ചോര ക്ലീൻ ആക്കിற ചോര ശുദ്ധി ആക്കിற ജണ്ട് മിഷനും പോയിട്ട് തിങ്ങൾക്ക് 30-40 രൂപ ചെലവ്. ഈ നിമിഷത്തോളം ഒരു പൈസ കൊടുക്കാണ്ട് സഹോദരന്മാരെ അള്ളാഹുടെ നിയമത്തല്ല ഇത്. നക്ക് എന്ത് കിട്ടിട്ടില്ല നക്കെന്ത് കിട്ടില്ല സ്വന്തം അഹങ്കരിക്കുന്ന അള്ളാഹു തന്നെ നിയമത്തിനെ നിഷേധിക്കുന്ന ആൾമാർ ദുനിയാവിലില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നീ നിന്റെ മേൽ ഡൗണ്ട് നോക്കണ്ട കീഴ് ഡൗണ്ട് നോക്കൂ സ്വന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ നിന്റെ കീഴ് ഡൗണ്ട് നോക്കുമ്പോ അള്ളാഹു നിക്ക് തന്നെ നിയമത്തെ മനസ്സിലാക്കും സാധ്യമാണു. ഒരാൾക്ക് ചമ്മ പൈസ ഉണ്ടോ അതിലെ ജണ്ട് കിഡ്നി പോയിട്ട് അതുകൊണ്ട് എന്ത് കാര്യമുണ്ടോ? ആ പൈസ കൊണ്ട് എന്ത് കാര്യമുണ്ടോ? അതുകൊണ്ട് മനസ്സിലാക്കണു നക്ക് എന്ത് കിട്ടിയിട്ടില്ല എൻ്റെ അല്ല നക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും ഫസ്റ്റ് നോക്കണു. അള്ളാഹു നക്ക് എന്തെല്ലാം തന്നിറാണ്ട് അല്ലേ.
യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം, അല്ലേ? ഔദാര്യമാനായ ആ അല്ലാഹുവിൽ നിന്ന് നിന്റെ ദൂരാക്കിയ കാര്യം ഏത് മനുഷ്യ? നിന്റെ പടച്ചവനു, നിന്റെ സൃഷ്ടിയാക്കിയവനു. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ബിഅയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. നിന്റെ വ്യത്യസ്തമായ ഘട്ടത്തിൽ നിന്റെ പടച്ചിട്ട് നിന്റെ സൃഷ്ടിയാക്കിയിട്ട് നിന്റെ ശരിയാക്കിയവനു ആ അല്ലാഹുവിൽ നിന്ന് നിന്റെ ദൂരാക്കിയ വിഷയം ഏത്? അല്ലേ? ഞങ്ങൾ പലപ്പോഴും നോക്കലുണ്ട് മേലിനവനെ എത്തിക്കരുത്. അപ്പൊ അള്ളാഹു തന്നെ ഞാമത്ത് ഞങ്ങൾക്ക് കാണാൻ സാധ്യമില്ല. നന്റെ അവ ഓടുന്നവണ്ടായെങ്കിൽ റോഡ് സൈഡിൽ വറങ്ങുന്നവണ്ട് ഒന്ന് നോക്കണം. അൽഹംദുലില്ലാ അള്ളാന്റെ തൗഫീഖ് കൊണ്ടോ ഈ ഒരു അവ ഇങ്ങനെ കുണ്ടല്ലേ ചൊന്തു, അല്ലെ? ഒന്ന് ഹോസ്പിറ്റലിൽ കടന്നുപോയി മയ്യാവോ പേഷ്യന്റുമാർ പല പല രോഗത്തില് പ്രയാസം അനുഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെ? ഒരു വാരം മോഷൻ പോവാത്ത ഒരു മനുഷ്യന്റെ വയർ ഇങ്ങനെ ഉబ్బരിച്ചിട്ടുണ്ടോ, പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? മോഷൻ പോയിട്ടില്ല. ഒരു വാരം കഴിഞ്ഞിട്ട് ഡോക്ടർ ഓപ്പറേഷൻ ആക്കോ ചൊന്തു. ഓപ്പറേഷൻ ആക്കിയിട്ട് മോഷൻ എടുക്കണം. ഞങ്ങൾ തിന്റെ ബസ്സില് അതിരെ നല്ലതിരെ ഞങ്ങളെ ചോര കടത്തിയിട്ടും അതിരെ ബെടക്ക് തരത്തി വേസ്റ്റ് എന്തെല്ലാം ഉണ്ട് അതെല്ലാം പറത്തു പോയിട്ടുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന്. അത് തന്നി പോലെ മൂത്ര പോലായിട്ടും മോഷൻ പോലായിട്ട് പോയിട്ടുണ്ടോ? ഇതെല്ലാം അള്ളാഹു നിയമത്തല്ലേ? ഇതൊക്കെ ഞങ്ങളെ വയറ്റിലെ സ്റ്റോക്കിന്റെ എന്താവും അവസ്ഥ? എത്ര പക്കം ഓപ്പറേഷൻ ആക്കോ പോകും? ആ മനുഷ്യൻ പ്രയാസം അനുഭവിച്ചു. വയർ ഇങ്ങനെ വെല്ലായിട്ട് മോഷൻ പോണ്ടില്ല, ഡോക്ടർ ഓപ്പറേഷൻ ആക്കുമെന്നു. സഹോദരന്മാരെ, അതുകൊണ്ടാ ചൊന്ന അള്ളാഹു കഠിനമായിട്ട് ശിക്ഷിക്കറെ മനസ്സിലാക്കലേക്ക് മുന്നോളൂ. ആ അള്ളാഹു ആർച്ചൊന്ത് ഞങ്ങൾ മനസ്സിലാക്കും. ആ അള്ളാഹു കാരുണ്യമുള്ളവൻ. ആ കാരുണ്യത്തെ റബ്ബു ചൊന്നപ്പല ഈ ദുനിയാവിലും മരിക്കിടത്തോളം അവൻ ജീവിച്ചില്ലെങ്കിൽ, അവൻ മരിക്കുന്ന സമയത്തോളം ധിക്കാർത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഇട്ടിക്കര് കഠിനമായിട്ട് അള്ളാഹു ശിക്ഷിക്കര്. കാരണം അത് ന്യായപൂർണമായ ഒരു വിഷയത്തിക്കരുത്, ഹക്കായ വിഷയത്തിക്കരുത്. ഇത്തരം അള്ളാഹു കൊടുത്തിട്ടും അവന് ധിക്കാരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയാൽ പിന്നെ അവന് എന്തിനാക്കണം? പിന്നെ അവന് ശിക്ഷ അല്ലാണ്ട് വേറെ എന്തിനു കൊടുക്കണം? അവനക്ക് സൗഖ്യം കൊടുക്കുക അവിടെ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ആ നരകത്തിൽ ശിക്ഷിக்கிறവനു അള്ളാഹു വൈത്തിക്കറാം. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരത്തില് 4 കാര്യത്തെ ബേനായിട്ട് നിങ്ങൾ അള്ളാഹുട്ടിಗೆ കാവലിനെ കേൾക്കണ്ട് ആ നിസ്കാരത്തിൽ വിരമിക്കുക തീരാ ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തശഹൂദിൽ ഞങ്ങൾ ചൊല്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. മരണപ്പെട്ടപ്പമേ മരിച്ചപ്പമേ പോയിട്ട് വരുങ്ങുള്ള ഒരു പക്കൈത്തേക്ക് കബർ ചൊല്ലത്. ആ കബറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട്ടിಗೆ കാവലിനെ കേൾക്കറേ. വമിൻ അദാബിൻ നാർ, അവിടെ നിന്ന് അല്ലാഹുവിന്റെ ആ നരക ചൊല്ലിയ ശിക്ഷയിൽ നിന്ന് അല്ലാഹു ഞാൻ നിന്നിട്ട് കാവലിനെ കേൾക്കറേ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തെ മരണത്തേടയിലുള്ള ഫിത്നത്തിൽ നിന്നും പരീക്ഷയിൽ നിന്നും അല്ലാഹു ഞാൻ നിന്നോട്ട് കാവലിനെ കേൾക്കറേ. വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, അവസാനമായിട്ട് തന്നെ ഫിത്നാക്കര ഒരാൾ ഇവിടെ കടന്നു പറഞ്ഞുകൊണ്ട് ദജ്ജാൽ ചൊല്ലിയ ഒരാള്. അവന്റെ ഫിത്നത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നിട്ട് കാവലിനെ കേൾക്കറ. ഇത് കേട്ടിട്ടല്ലാണ്ട് നിങ്ങ നിസ്കാരത്തിൽ നിന്ന് സലാമിനൊക്കെ തീരാ ചൊന്തോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യത്തു ഞങ്ങ ഇപ്പൊ ലഹർ നിസ്കരിക്കുമ്പോ അള്ളാഹുട്ടി കാവലിനെ കേൾക്കുന്നു. കാരണം ഇതൊക്കെ അനുഭവിക്കുന്ന ഒരുത്ത മാത്രമേ എത്തിക്കരുത്, ആ കബൂറിലാവട്ടെ നരകത്തിലാവട്ടെ, അല്ലെ? അതുകൊണ്ട് വിശുദ്ധ ഖുർആനില് ഇബാദുർ റഹ്മാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമമാർ, അള്ളാന്റെ ഇഷ്ടദാസന്മാർ, അങ്ങനെ ഗുണസ്വഭാവത്തെ ചൊന്നവൻ അവിടെ അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ അങ്ങനെ ഒരു പ്രാർത്ഥന അള്ളാഹു പഠിപ്പാത്തണ്ട. ഞങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ ചൊന്തുള്ള വിഷയത്തിക്ക് ഞങ്ങൾ മനസ്സിലാക്കൂല്ലത്. അങ്ങനെ ഒരു പ്രാർത്ഥന ഇട്ടിരിക്കുന്നത് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്ന സാഅത് മുസ്തഖറ വ മുഖാമ. ഒരു പ്രാർത്ഥന ഇട്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥന ആർ പ്രാർത്ഥിക്കരേ? ഇബാദുർ റഹ്മാൻ. സൂറത്ത് ഫുർഖാനിലെ അല്ലാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കണു അല്ലാഹു ഇഷ്ടദാസന്മാരെ ചില സ്വഭാവത്തെ പഠിപ്പാറ്റണ്ട, അതങ്ങ് പഠിക്കണു. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ചില ഗുണസ്വഭാവത്തെ, ആ ഗുണസ്വഭാവത്തെ പഠിപ്പാൽ തന്നെ അവിടെ ഇട്ടിട്ട് അല്ലാഹു ചൊല്ലേ അങ്ങ് പ്രാർത്ഥിക്കണോ റബ്ബന സ്രിഫ് അന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നരകത്തെ ശിക്ഷയെ നീ ദൂരാക്കണം. ഇന്ന അദാബഹ, നിശ്ചയമായിട്ടും ആ ശിക്ഷ ഉണ്ടല്ലേ, കാന ഗറാമ ഇന്ന സാഅത്ത് മുസ്തഖറ വ മുഖാമ. ആ നരക ചൊല്ലത് എത്ര ഒരു നികൃഷ്ടമായി തിക്കരുത്, ആ ജഹന്നം ചൊല്ലത് എത്ര മാത്രം ഒരു നികൃഷ്ടമായ പക്കമായി തിക്കരുത്. ഒരു കാരുണ്യ പോലും അവിടെ കേൾക്കുകയില്ല.
ഒരാളും സഹായിക്കുക അവിടെ ഇല്ല. നൊമ്പലം, പ്രയാസം, ഗോപ്യം, അട്ടഹാസം ഇതല്ലാണ്ട് വേറെ ഒന്നും ആ നരകത്തിൽ ഇല്ല ചൊല്ലുന്നു വിശുദ്ധ ഖുർആൻ നാം പഠിപ്പാറ്റുന്നത്. കാരണം സുമ്മല യമൂതു ഫീഹാ വലാ യഹ്യാ. ഒരു മനുഷ്യൻ നരകത്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ സുമ്മല യമൂതു ഫീഹാ വലാ യഹ്യാ, ഇപ്പുറത്ത് ജീവനില്ല അപ്പുറത്ത് മരിപ്പില്ല. അങ്ങനത്തെ ജീവനായിട്ട് നരകത്തുള്ളത്, അങ്ങനത്തെ ജീവനായിട്ട് ജഹന്നമിലുള്ളത്. ഇത് കാരുണ്യത്തെ അല്ലാഹു പഠിപ്പാറ്റണ്ടേ. ഇപ്പുറത്ത് മരിപ്പില്ല അപ്പുറത്ത് ജീവിതമില്ല. കാരണം അവിടെ ഒർക്ക നരകത്തെത്തിയ മനുഷ്യൻ അവന്റെ ശരീരം ഇങ്ങനെ കത്തി തീരുമ്പോ അവൻ ഭസ്മായിട്ട് പോണില്ല. അവനവിടെ ഒർക്കൽ അവന്റെ ശിക്ഷ തീർന്നു പോണില്ല. ബദലായിട്ട് ഇന്നല്ലദീന കഫറു, ഞങ്ങളെ ആയാത്തിനെ ഞങ്ങളെ ആയാത്തിനെ കളവാക്കിയ ആൾമാർ, ഇന്നല്ലദീന കഫറു ബി ആയാത്തിന, ഞങ്ങളെ ആയാത്തുകളെ ഞങ്ങളെ നിർദ്ദേശങ്ങളെ കളവാക്കിയ ആൾമാർ സൗഫ നുസ്ലീഹിം നാറ, അങ്ങ് ശീഘ്രമായിട്ട് ജഹന്നമിൽ എത്തുന്നു. ഞങ്ങൾ പേരിക്കില്ല ഞങ്ങൾ ഇപ്പൊ ഹയാത്തുള്ള ഇന്ന് മരണപ്പെട്ടിട്ട് ഇത്രമാ കാലമുണ്ട് അല്ല ചൊല്ല. അങ്ങനല്ല, ബദലായിട്ട് ഞങ്ങളെ ആയത്തുകളെ നിഷേധാക്കിയ ആൾമാര് സൗഫ നുസ്ലീഹിം നാറ, അങ്ങനെ ഞങ്ങൾ ശീഘ്രമായിട്ട് നരകത്ത് വലിച്ചേര. കാരണം അത് അത്ര മുട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിട്ട്. ജമ്യ ദൂരം ഇല്ല. നരകത്തിൽ അങ്ങനെ തോല് കത്തിയ പന്ന പോലമേ ബദലായിട്ട് വേറെ ഒരു ഫ്രഷ് തോളിന്റെ ഞങ്ങൾ അങ്ങ് വീട്ട് പാട്ടറ മനുഷ്യന്മാർക്ക്. എന്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തന്റെ ലിയദൂഖുൽ അദാബ്, ശിക്ഷയുടെ ടേസ്റ്റ് നോക്കുവാനായിട്ട്, ശിക്ഷയുടെ ടേസ്റ്റ് നോക്കുവാനായിട്ട്. കാരണം നരകത്തിൽ ഇങ്ങനെ തോല് കത്തിയോ വരുമ്പോ ആ തോല് കത്തി തീനയിൽ പിന്നെ പാടൊരു തോളിന്റെ അല്ലാഹു ഇട. അതിനർത്ഥ മനുഷ്യന്മാർക്ക് നൊമ്പലാവുന്നുണ്ടായെങ്കിൽ തോല് വേണു. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സയൻസ് ഇല്ലാത്ത കാലഘട്ടത്തില് ഇതാ മനുഷ്യന്മാർക്ക് നൊമ്പലാവുന്നുണ്ടായെങ്കിൽ എന്തിനു വേണു? ശരീരത്തിൽ തോല് വേണു. തോലിന്നില്ലെങ്കിൽ മനുഷ്യർക്ക് നൊമ്പലാവില്ല. ഒരു ഇഞ്ചക്ഷൻ കുത്തുമ്പോ അത് തോല് പാസ്സാകുമ്പോൾ നൊമ്പലാവിടും. തോലിൽ നിന്ന് പാസ്സായാലും പിന്നെ ഇറച്ചി പോകുമ്പോ ഒരു നൊമ്പൽ അനുഭവപ്പെടില്ല. ഇറച്ചികൾക്ക് തൂസി ഇങ്ങനെ ഇഞ്ചക്ഷൻ പോകുമ്പോ ഒരു നൊമ്പൽ അനുഭവപ്പെടില്ല. ഞങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്തേക്ക ഞങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട്. ഇങ്ങനെ തോലിന്ന് പാസ്സാകുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ശരീരത്തിൽ നൊമ്പലവിടെ. ഉൾഗ ഇറച്ചി പോകുമ്പോൾ ഒരു നൊമ്പലാണ് പോയില്ല. അല്ല ചൊല്ലിത് അന്റെ ഒരു സയൻസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നരകത്തങ്ങളെ വിഷയത്തില് കുല്ലമാ നലിജതു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. തോലിങ്ങനെ കത്തി വരുമ്പോ പുതിയൊരു ഫ്രഷ് തോലായിട്ട് ഞങ്ങൾ ഇട്ട. എന്നിട്ട് അവനക്ക് അവിടെ മരിപ്പില്ല. സുമ്മല യമൂതു ഫീഹാ വലാ യഹ്യാ. അങ്ങനെ കണ്ടിന്യൂ പ്രോസസ്സിംഗ് ആയിട്ടിരിക്കുന്ന ശിക്ഷ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകണ്ടു. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടാവണോ ആ നരകത്തിൽ നിന്ന് പ്രയാസം അനുഭവപ്പെട്ട. അപ്പൊ ഈ നരകത്തിക്ക് എത്ര ആൾമാർ ഖുർആൻ ചൊല്ലേ? കൊറിയ ആൾമാരല്ല, ചെമ്മ ആൾമാരിട്ടിക്ക് നരകത്ത് കടന്നു പോണ്ടി. മനുഷ്യന്മാരില് ചെമ്മ ആൾമാരിട്ടിക്ക് നരകത്തെ എത്ര ഖുർആൻ ചൊല്ലു. വലഖദ് സറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും ജിന്നു വർഗത്തിൽ നിന്നും ബഹുഭൂരി അല്ലാഹു ചൊല്ലേ കസീറാൻ. കസീറാൻ ഉണ്ടെങ്കിൽ ചെമ്മ ആൾമാർ. അപ്പ ഇസ്ലാമിൽ ഒരു പ്രമാണം നോക്കുമ്പോ ബഹുഭൂരി ആൾമാരെ നോക്കിയിട്ടല്ല ഞങ്ങൾ വിശ്വാസം വെക്കുന്നത്. ബദലായിട്ട് പ്രമാണ കറക്റ്റിനെങ്കിൽ അത് ഒരുത്തരെങ്കും സമ അവിടെ എത്തിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ നിൽക്കൊനായത്. അങ്ങ് എത്ര ആൾമാറുന്നവരല്ലേ, അങ്ങ് ബറാബരി ആൾമാറുന്നവരല്ലേ. അങ്ങനെ അല്ല വിശ്വാസം വെക്കരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓർത്തനൈത്തിക്കറ ആയത്തില്, ബാക്കി എല്ലാം ഇബ്രാഹിം നബി എതിരായിത്തിക്കരുത്. അതല്ലാ ചൊല്ലേ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നു വർഗത്തിൽ നിന്നും ബഹുഭൂരി ആൾമാർ നരകത്ത് കയറ്റിക്കറ് ഉള്ളത്. അങ്ങനെ നരകത്ത് പോകണില്ല. കാരണം അള്ളാഹു അങ്ങ് കണ്ണിട കൊടുത്ത, കാതിര കൊടുത്ത, ചിന്തിക്കുന്ന ഹൃദയ കൊടുത്ത, ഇതൊന്നും നോക്കി പഠിക്കാണ്ട് കേട്ടു പഠിക്കാണ്ട് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയത്തെ അള്ളാഹു കൊടുത്ത, അതുകൊണ്ട് അങ്ങ് ചിന്തനാക്കുന്ന ചിന്തിച്ചില്ല. വലഹും അയൂനുൻ ലാ യുബ്സിറൂന ബിഹാ, രണ്ട് സുന്ദരമായ ചെറിയ കണ്ണിട കൊടുത്ത ഈ ദുനിയാവുടെ അള്ളാഹുടെ ആയത്തുങ്ങളെ ദൃഷ്ടാന്തങ്ങളെ നോക്കി പഠിക്കൂ, അതുകൊണ്ട് നോക്കി പഠിച്ചില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അങ്ങ് രണ്ട് കാതുകളെ കൊടുത്ത, ആ കാതുകൊണ്ട് അവൻ കേട്ടിട്ട് ഗ്രഹിച്ച് പഠിച്ചില്ല. ഉലായിക കല്ലാന ആം, അവൻ ആ മൃഗത്തിന് സമാന. ബൽഹും അദല്ല്, ആ മൃഗത്തെ കാണിച്ച് അധപ്പതനത്തിൽ പോയ ആൾമാർ വിശുദ്ധ ഖുർആൻ. കാരണം മൃഗത്തും കണ്ണും കാത് കൽബുണ്ടു. അതൊക്കെ അള്ളാഹു നോക്കി പഠിക്കുന്ന, കേട്ട് പഠിക്കുന്ന, ചിന്തിക്കുന്ന പഠിക്കുന്ന ശക്തി ആ മൃഗത്ത് കൊടുത്തില്ല. അത് അള്ളാഹു മനുഷ്യത്ത് കൊടുത്തേ.
ഈ കണ്ണുകൊണ്ട് നോക്കി പഠിക്കുള്ള ശക്തി മനുഷ്യക്ക് അല്ലാഹു കൊടുത്ത. അതുകൊണ്ട് ആ കണ്ണുകൊണ്ട് നോക്കനായത് നോക്കാൻటే അവന് ഏതൊക്കെ സമാന ആ പോന്റെ പയ്യുണ്ടല്ലേ, റോഡിൽ പോന്റെ പയ്യുണ്ടല്ലേ നാളുകളുടെ, അതൊക്കെ സമാനുണ്ട് ഖുർആൻ ചൊല്ലേ. കാരണം അതൊക്കെ ആ താക്കത്ത് കൊടുത്തില്ല. ഓണ് കൊടുത്തിട്ടും അതേപോലെ ഉള്ള ഏതുപോലെയുള്ള ആ മനുഷ്യന്മാർ, ആ മനുഷ്യന്റെ പോലെയുള്ള ആ മിരുഗത്തെ പോലെയുള്ള. അതുകൊണ്ടായിട്ട് ഇങ്ങനത്തെ ആൾമാരായിട്ട് ആ നരകത്തിക്ക് എത്ര ചൊന്തോ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാത്തത്. കാരണം നരക ചൊല്ലത് അത് വലിയതായിട്ട് എത്രേ കൊടും പാപ്പിങ്ങനെ ഉൾക്കൊള്ളുകൊല്ലേ പക്ക അതിലുണ്ടോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ, യൗമ നഖൂലു ലി ജഹന്നമ ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ, നാളെ നരകത്തെ ആൾമാർ ഇങ്ങനെ കൂട്ടമായിട്ട് നരകത്തിക്ക് പോന്നോണ്ടിരിക്കുന്ന സന്ദർഭത്തില് നരകം ഒന്നിങ്ങനെ ഫുള്ളായിട്ട് കാണ്ട ഒരു അവസരത്തില് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിക്ക് കേൾക്കിற ചൊല്ല് വിശുദ്ധ ഖുർആൻ. നരകത്തിക്ക് അല്ലാഹു പ്രശ്ന കേൾക്കിற, യൗമ നഖൂലു ലി ജഹന്നമ ഹൽ ഇംതലഅതി, ഏ നരകം നീನು നൊറങ്ങിപ്പോയേ, നീನು ഫുള്ളായിട്ട് പോയേ. അപ്പ നരക ഉത്തര കൊടുക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പാത്തല്ലേ, വതഖൂലു ഹൽ മിൻ മസീദ്, ഇന്നും ധാരാളമായിട്ടുള്ള ആൾമാർ പറ്റ് ನಾನು വിശാലമായിട്ടിക്കற. വിശാല ചൊല്ലുമ്പോ സൗകര്യത്തെ വിശാലത്തെ അല്ല, കുടുസായ ജീവിത ഇട്ടിக்கிறதுള്ളത്. അല്ലാഹു നരകത്തെ കേൾക്കറേ, നീ നൊറഞ്ഞേ. അപ്പ നരക ഉത്തര കൊടുക്കറേ, ഇന്നും ധാരാളം ആൾമാർ പറ്റ്. ഇന്ന് എത്ര ആൾമാർ അത്ര ആ കൊടും പാപ്പിങ്ങളെ ഉൾക്കൊള്ളുകൊല്ല പക്ക ആ നരകത്തിൽ ഉണ്ടോ ചൊന്തോ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പാത്ത. ഇന്ന് നരകത്തിൽ എത്തിയെങ്കിൽ എല്ലാവർക്കും ഒരേ പോലത്തെ ശിക്ഷ അല്ല അവിടെ ഉള്ളത്. എങ്ങനെ സ്വർഗത്തില് ಬೇರೆ ಬೇರೆ ಸ್ವರ್ಗ ಉಂಟಾ, ಅವನವನು ಪ್ರವರ್ತಿಸೈಕೆ ಅವನವನಿಗೆ ಕಿಟ್ಟ ಸ್ವರ್ಗ ಇತ್ತಿಕ್ಕರು ಅಲ್ಲೇ, ಬೇರೆ ಬೇರೆ ಸ್ವರ್ಗ ಉಂಟು, ഒരേ സ്വർഗമല്ലേ. അതേപോലെ ജഹന്നമിലോ വ്യത്യസ്തമായ ശിക്ഷകളെ തട്ടുക ഉണ്ട്, ബായിലും കൊണ്ട് ഖുർആൻ ചൊല്ലുന്നു, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബഅത്ത് അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസൂഉൻ മഖ്സൂം. ಖಂಡಿತമായിട്ടും അങ്ങ് എല്ലാവരും ആ നരകത്തിക്ക് എത്രോರು. വിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. ആ ശൈത്താന്റെ അനുസരിച്ച് എല്ലാ ആൾമാര് തീർച്ചയായിട്ടും അല്ലാഹു ഉറപ്പിച്ചു ചൊല്ലേ, വഇന്ന ಖಂಡಿತമായിട്ടും ആ നരകത്തിക്ക് അങ്ങ് എത്രോರು ലഹാ സബഅത്ത് അബ്വാബ്. ആ നരകത്തിക്ക് 7 ബായില് കൊണ്ടു, ആ നരകത്തിക്ക് 7 ബായില് കൊണ്ടു. ലികുല്ലി ബാബിൻ മിൻഹും ജുസൂഉൻ മഖ്സൂം. ಅದಕ್ಕೆ ಅರ್ಹಪಟ್ಟ ಆಲ್ಮಾರ್ ಆ ಬಾಯಿಲಿ ಮುಟ್ಟ ಬಂದೆತ್ತರು. അങ്ങങ്ങ് ആക്കി ಬೆಡക്ക് തരത്തെ അനുസരിച്ചിട്ട് ആ ബായിലേക്ക് ಬಂತ അങ്ങ് നിക്ലോർ ചൊന്തു വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാത്തണ്ട്. അതുകൊണ്ട് ചെറിയ നിസ്സാരമായ തപ്പുങ്ങനെ ഞങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഒരിക്കലും നിസ്സാരമായിട്ട് കാണോ തീരാ. ആ ചെറിയ തപ്പൈത്തിക്ക് വലിയ പർവ്വതത്തെ പോലെ അവിടെ ഒരു കല്ലുണ്ട്, ഇന്നൊരു കല്ല് ഞാൻ അവിടെ വെച്ച അങ്ങനെ 34 ആ കല്ലിങ്ങനെ വെക്കുമ്പോൾ അവിടെ റാസിയായിട്ട് അതേപോലെ ആയിട്ടിക്കുന്നത്. ನಾನು ಇಂದು ಒಂದು ചെറിയതല്ല ಆಕೆ വലിയಲ್ಲೇ ನಿಸ್ಸಾರಮಲ್ಲೇ ಚೊಂತು ഒരിക്കലും പുടുകു തീരാ. കാരണ ആ നരകത്തെ തീരെ ഊർത്തെല്ലും ഞങ്ങൾക്ക് സഹിക്കുകയല്ല. ദുനിയാവിടെ അടുപ്പുളു പയക്കര എണ്ണ എന്തായെങ്കിലും ഞങ്ങളെ കൈക്ക് പാരിയുണ്ടായെങ്കിൽ ഒരു വാരത്തോളം അത് പൊക്കുಲು വന്നിട്ട് അല്ല പുണ്ണായിട്ട് ചൂവായിട്ട് നൊമ്പലാണ് പോയിട്ട് ഞങ്ങ സഹോദരന്മാരെ എങ്ങനെ ആ നരകത്തിൽ തീരെ ഞങ്ങൾക്ക് സാധിക്കരുത്. നരകത്തിലുള്ള നിസ്സാരമായ ശിക്ഷയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തൻ്റെ അഹ്വനു അദാബു. നരകത്തിലെത്തി ഞങ്ങൾക്ക് നിസ്സാരമായ ശിക്ഷയായിട്ട് അങ്ങനെ കാലിലടിക്ക് തീട് ചൊർപ്പിടൽ പട്ടിച്ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാലിലടിക്ക് തീരെ അങ്ങനെ പാദത്തിക്ക് തീരെ ആ ചൊർപ്പിടൽ പട്ടു. എന്നിട്ട് അങ്ങനെ തലച്ചോറ് അത് പാർപ്പാടി പൊട്ടു. ഇത് നരകത്തിൽ എത്തിയ ആൾമാർക്ക് നിസ്സാരമായ ശിക്ഷ ഇട്ടിക്കര് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. ഇന്ന് ആ നരകത്തിൽ എത്തി ഞങ്ങൾക്ക് തിന്നോകില്ല, അവിടെ ഉണ്ട്, കുടിക്കോകില്ലേ ഉണ്ട്, എന്തിട്ട് തിന്നോകൂ. വിശുദ്ധ ഖുർആൻ ചൊന്തു ഇന്ന സജറത്ത സക്കൂം. നരകത്തിൽ എത്തിയെങ്കിൽ സക്കൂം ചൊല്ല ഒരു മരമുണ്ട്. വിശുദ്ധ ഖുർആൻ ചൊല്ലു സക്കൂം ചൊല്ല മറ. ഇത് ഈ ആയത്ത് ഓതിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു പറഞ്ഞപ്പ അബൂജഹൽ അടക്കമുല്ലേ, ഉത്ബത്ത് അടക്കമുല്ലേ, ഷൈബത്ത് അടക്കമുല്ലേ മക്കത്തെ മുശരിക്കിങ്ങ പരിഹാസിക്കത് മുഹമ്മദ് ചൊല്ലി എത്രമാത്രം മണ്ടത്തറകൊണ്ടില്ലേ. ഒരു തീയില് മറവില്ല അവിടെയുള്ള എന്തിനെ നരക ചൊല്ലി തീയല്ലേ അവിടെ മറവണ്ടവല്ല. കാരണം മറ ഇട്ടിക്കറ് കത്തുപാട്ടേ മറത്തെ ഇത്തിരി കത്തുപാട്ടി തീ ആക്കറ് എന്നുണ്ടെങ്കിൽ ആ തീയിൽ തമാസാക്കിയവർ. വിശുദ്ധ ഖുർആൻ ചൊല്ലേ അങ്ങ് എത്ര അതങ്ങ് ഒരു പരീക്ഷ ഇട്ടിക്കറ്. ആ മുസ്ലിക്ക് ഒരു പരീക്ഷ അങ്ങ് എത്ര വേണേ പരിഹാസാക്കട്ടെ. ഇന്ന നിശ്ചയമായിട്ടും നബിയെ ഇന്ന സജറത്ത് സക്കൂം. നരകത്തിൽ ഒരു മറകം പോവും, അത് നരകത്തിൽ കൊടിക്കുന്ന ഒരു മറ ഇത്തിക്കരുത്. അവിടെ എത്തിയ ഹതഭാഗ്യന്മാർക്ക് തിന്നുകൊല്ലതായിട്ടിക്കുന്നത്.
അവിടെ എത്തിയ ഹതഭാഗ്യന്മാർ തിന്നുകയറ്റിക്കര് എന്നെങ്കിലും അത് തിന്നിര ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അതങ്ങനെ ബൈത്തിക്ക് എത്തുമ്പോ ലോഹത്തെ പോലെ കറുകുപാട്ട് ചൊന്ത് വിശുദ്ധ ഖുർആൻ തൊണ്ടടി കീഴിലുമ്പോ വെന്തിട്ട് പോന്നു അങ്ങനെ ബൈത്തിക്ക് എത്തും അത് കറുകുപാട്ട് ചൊന്ത് വിശുദ്ധ ഖുർആൻ. ആ സമയത്തില് അവിടെ ആ പ്രയാസം അനുഭവിച്ചിട്ടുള്ള മനുഷ്യന്മാർ രക്ഷപ്പെടുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലായിക്ക നരകത്തിലെ മലായിക്കങ്ങൾക്ക് ചൊല്ലു പലക്കൊണ്ടു ഖുദൂഹു ഫഅതിലൂഹു ഇലാ സവാഹിൽ ജഹീം പിടിക്കൊറൗണ്ടേ അല്ല ചൊല്ലേ പിടിക്കൊറൗണ്ടേ നരകത്തെ നടുമധ്യത്തികത്ത് വന്ന് ഇപ്പാട്ടൊരു എന്നിട്ട് സുമ്മ സുബ്ബു ഫൗക റഅസി മിൻ അദാബിൽ ഹമീം നല്ല ഭയങ്കര തന്നിരവന്റെ തലയുടെ മേൽ ചോദിക്കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുടെ ഒരു കാരുണ്യം പോലും അവിടെ ഇല്ല. കാരണം അള്ളാഹ് ചൊല്ലി ആയത്തിലെ അവസാനത്തില് ഓൻ ആറ് കൊന്തുണ്ട ദുന്യാവിലും മാന്യനായിട്ട് നടന്ന ആള്. എങ്ങനെ മാന്യനായിട്ടുണ്ടെങ്കിൽ അള്ളാഹുടെ ധിക്കരിച്ചിട്ട് ഓണായിട്ടിക്കറി ഏറ്റവും വലിയ ആള് ചൊന്തു മാന്യനായിട്ട് നടന്നുകൊണ്ട് അതുകൊണ്ട് മലായിക്കങ്ങളെ പിടിക്കോറുണ്ട് പിടിച്ചിട്ട് നരകത്തെ മധുപക്കത്തെ എത്തവരും അവന്റെ തലക്ക് ചൊരിക്കോറുണ്ടേ വെച്ച് തന്നെ ഭയങ്കര തന്നെ. കാരണം നരകത്തിലെ മലായിക്കങ്ങളുടെ ഒരു കാരുണ്യം പോലും ഇല്ല ചൊന്തു വിശുദ്ധ ഖുർആൻ. അതല്ലേ ആ നരകത്തിലെത്തിയ ആത്മാർ നരകത്തിൽ പ്രയാസം അനുഭവിച്ചോണ്ടിരിക്കുമ്പോ നരകത്തിലെ മലായിക്കിങ് അങ്ങോട്ടേക്ക് ഒരു പ്രശ്നമുണ്ടോ അലം യഅതികും നദീർ നിങ്ങൾക്ക് മുന്നെച്ചരിക്ക തൻ്റെ ആൾമാർ വന്നിട്ടില്ല ಅಂತ ഇങ്ങനത്തെ ഒരു നരകമുണ്ടോ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കൊണ്ടു ഇങ്ങനെ കഷ്ടപ്പാടുണ്ടോ ഇങ്ങനത്തെ പ്രയാസത്തെ ജീവിതം ചൊന്തു ഒരു വാർണിംഗ് തൻ്റെ ആള് നിങ്ങൾ മുട്ട വന്നിട്ടില്ല ಅಂತ അപ്പ നരകത്തങ്ങ ചൊല്ലിറ്റിക്കര് കാലൂബല വന്നിന്നോರು ഞങ്ങൾ മുട്ട വന്നിന്നോರು ഇങ്ങനെ ജീവിച്ചുണ്ടായെങ്കിൽ നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ട് ഇങ്ങനെ ജീവിച്ചുണ്ടായെങ്കിൽ പ്രയാസത്തെ ജീവിതമുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് വാർണിംഗ് തന്റെ ആൾമാർ വന്നിന്നോರು അത് ജാഅനാ നദീർ അതേ നദീർമാർ മുന്നെച്ചരിക്ക തന്റെ ആൾമാർ വന്നിന്നോರು ഫകദ്ദബ്നാ ഞങ്ങൾ കലവാക്യ സൂറത്ത് മുൽക്കുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറ്റുന്നത് ഞങ്ങൾ ആട്ടി ഓടിപ്പാട്ടിയ ഇതായിട്ടിക്കർ തൗഹീദ് ഇതായിട്ടിക്കർ സുന്നത്ത് ഇതായിട്ടിക്കർ ഹലാല് ഇങ്ങനത്തെ വിഷയത്തെ വ്യക്തമായിട്ടുള്ള ഉത്ബോധന കീർത്ത് പല സഹോദരന്മാർ ചൊന്നോರು ഫകദ്ദബ്ന ഞങ്ങളെ കലവാക്യ ബഹിഷ്കാരാക്യ രാജ്യത്തിൽ നിന്ന് മഹൽ നിന്ന് പറത്തിട്ട കബൂർ തണ്ടില്ല ചൊന്ന പല രൂപത്തിൽ പ്രയാസത്തിന് ഞങ്ങൾക്ക് കൊടുത്ത കലവാക്യ ഞങ്ങളെ മുഖത്ത് നോക്കി ചൊന്ന ഇങ്ങനത്തെ ഒന്നും അള്ളാഹു അവതീർണാക്കിട്ടില്ല നിങ്ങൾ തെറുതപ്പ്യങ്ങായിട്ടിക്കോರು വാസ്തവ തെറുതപ്പ്യനങ്ങായിട്ടിക്കറ ആ തെറുതപ്പ്യത് കൊണ്ടായിട്ടിക്കറ് ഈ ജഹന്നമിಗೆ എത്തോ കാരണ അല്ലെ അങ്ങനെയല്ലേ നരകത്തെ ആൾമാർ മലായിക്കും കേൾക്കുമ്പോ അങ്ങ് ചൊല്ലു ഉത്തര ಬಂದಿನ್ನೋರು ഞങ്ങളെ കലവാക്യ ആട്ടു ഓടുപാട്യ പല രൂപത്തിൽ ബഹിഷ്കാരത്തിനങ്ങ ഇട്ടങ്ങ് മുന്നോളൂ പല രൂപത്തിൽ പ്രയാസത്തെ കൊടുത്ത എന്നിട്ട് അങ്ങനെ മുഖം നോക്കി ഞങ്ങൾ സ്വന്തം നിങ്ങായിട്ടിക്കൽ തെറുതപ്പങ്ങ വാസ്തവത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് തെറുതപ്പങ്ങ ഞങ്ങായിട്ടിക്കല് കാരണം നിങ്ങൾ ആറായിട്ട് നിർച്ചുണ്ടായെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയത്തില് അജ്ജി കത്തങ്ങളില് യാറായിട്ടുണ്ട് അല്ലേ സഹോദരന്മാരെ ഇസ്ലാം ദീന്റെ വിഷയത്തില് അല്ലെ ഫ്ലൈറ്റ് ഇല്ലിപ്പാട്ടൊക്കെ ഒരാളുണ്ടു അർബായിണ്ടെങ്കിൽ കപ്പോൾ അർബായിണ്ട് അದ್ರ ಮಿಷನ್ ಹಚ್ಚಿ ಕತ್ರ ಆಳುಂಡು ಇನ್ನು ನಿಯಂತ್ರಿಕಿற ഒരു മനുഷ്യ പേര് ഇതെല്ലാം പണ്ട് ഞങ്ങ ഈ ബാലമംഗല കത്തെ ബുക്കെല്ലാം ഉണ്ടല്ലേ അങ്ങനത്തെ എല്ലാം അജ്ജി കത്തെങ്ങായിട്ടിക്കർ ഇപ്പ ചൊന്നുണ്ടല്ലേ ഇസ്ലാം ദീന്റെ പേരിൽ ഇದ್ರ വിശ്വാസ ಬೇಕಿರ ആൾമാർ എത്ര ആളുള്ളൂ ഇതൊക്കെ ശരിയാ തപ്പാ ചൊന്തു അള്ളാഹുമ ഇത്ര മാത്രം ബുദ്ധി കൊടുത്തു ചിന്തിക്കാണ്ടെ പഠിക്കാണ്ടെ അങ്ങ് ചൊന്നത് വേദവാക്യ ചൊന്തു ആ ആൾമാരെ പെരോക്ക് പോണ്ടേ അങ്ങനെ മേൽ അങ്ങ് പൂട മാലിട്രെ അങ്ങ് തായ് കൊട്ടിട്ട് അങ്ങനെ യാര ഫേമസ് ആക്കുന്ന ആൾമാർ ഞങ്ങൾക്ക് കാണുകിട്ടില്ലേ എന്നിട്ടെങ്കിൽ നരകത്തിൽ നേരെ തിരിച്ചിട്ടായിട്ടിക്കരുത് ഊടെ ആരങ്ങ അനുസരിച്ച് അന്ധമായിട്ട് അനുസരിച്ച് ജീവിച്ചോറാ നാളെ ഇതേ ആൾമാർ നരകത്തിൽ എത്തുമ്പോ നരകത്തിൽ നേരെ തിരിച്ചിട്ടായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എന്തായിട്ടിക്കരുത് അള്ളാഹു ചൊല്ലിനോ യൗമ തുഖല്ലബു വജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂൽ അന്നത്തെ നാല് നരകത്തില് അങ്ങനെ മുഖ അടിമേലായിട്ട് കത്തിരിക്ക ആ സന്ദർഭത്തില് നരകത്തിൽ അങ്ങനെ മുഖ അടിമേലായിട്ടിരിക്കുന്ന സന്ദർഭത്തില് ഉജൂഹും ഫിന്നാരി നരകത്തിൽ അങ്ങനെ മുഖ അടിമേലായിട്ടിരിക്കുന്ന സന്ദർഭത്തില് യഖൂലൂന യാ ലൈതനാ ഞങ്ങളെ നാശമേ അതഅന അല്ലാഹു വ അതഅന റസൂൽ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിട്ടിരിക്കാന്ത് വിശുദ്ധ ഖുർആന്റെ നബിയുടെ സുന്നത്തിനെ ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിട്ടിരിക്കാന്ത്
എന്നിട്ടങ്ങ അവിടെ ഒരു സാപ്പവാക്കിട്ടോರು ആര് ഗൊಂತುಂಡ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലി വഖാലു റബ്ബന ഞങ്ങളെ റബ്ബേ ഇന്നാ അതാഅനാ സാദതന വകുബ്റാഹന ഫഅദല്ലുന സബീല. അല്ലാഹുവേ ഞങ്ങൾ ചില സാദാത്തുമാരും ഞങ്ങളെ ചില നേതാക്കന്മാരും ഞങ്ങളെ ചില പുരോഹിതന്മാരും ഞങ്ങൾ അനുസരിച്ച് ജീവിച്ച ഫഅദല്ലുന സബീല അങ്ങനെ ഞങ്ങളെ തീർത്തപ്പാട്ടിയാണ് അല്ലാഹു ഊടെ ഊടെ മാലിട്ടോರು ಊಡೆ ಅಂಗ ಚೊಂದದೆ ವೇದವಾಕ್ಯ ಊಡೆ ಅಂಗಲೆ ಪೆರೋത്തിൽ ಅಂಗ ചൊല്ലದೆ സത്യ ചൊന്തു വിശ്വാസം വെച്ചിട്ട് അങ്ങളെ പേരൊത്തു പോയവരു അങ്ങ് നരകത്തിൽ ചൊല്ലിയ പലക്കയറ്റിക്കർ അല്ലാഹുവേ ഞങ്ങൾ ഈ തെരു തപ്പാട്ടോ കാരണം ഈ സാദത്ത് മാറായിട്ടിക്കർ. അതുകൊണ്ട് റബ്ബന ഞങ്ങൾ റബ്ബേ ആതിഇം ലഇഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ അങ്ക് ഡബിൾ ശിക്ഷ നീ കൊട് അല്ലാഹുവേ. നോക്കൂ എതിരായിട്ട് നേരെ തിരിച്ചിട്ട് ഓപ്പോസിറ്റ് ഇവിടെ പിർസാക്കിയവരു അവിടെ നേരെ തിരിച്ചിട്ടായിട്ടേക്കര് അള്ളാഹുട്ടിക്ക് അങ്ങ് ചൊല്ലേ റബ്ബന ആതിഹിം ലഇഫൈനി ലഇഫൻ ചൊല്ലെങ്കിൽ ഇമ്മടിയായിട്ട് ഡബിൾ ആയിട്ട് അങ്ങനെ ശിക്ഷിക്ക് വൽഅൻഹും ലഅനൻ കബീറ അങ്ങനെ നീ സബിച്ചിട്ട് ഘോരമായിട്ട് സബിച്ചിട്ട് വിടും അല്ലാഹുവേ. കാരണം ഈ നരകത്തിൽ ഈ ശിക്ഷ അനുഭവിക്കോ കാരണം അങ്ങായിട്ടിക്കണോ ഞങ്ങൾ ഈ പ്രയാസത്തെ അനുഭവിക്കോ കാരണം അങ്ങായിട്ടിക്കണോರು. അതുകൊണ്ട് അല്ലാഹുവേ ഡബിളായിട്ട് അങ്ങനെ ശിക്ഷിക്ക് ചൊന്തു വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാൻ തന്നെ എത്തിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതൊക്കെ ചെറിയ വിഷയത്തിക്ക് നരകത്തെ സംബന്ധിച്ചിട്ട് എത്രമാ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാറ്റുണ്ട്, അതിന്റെ ശിക്ഷയുടെ വിഷയത്തിൽ പഠിപ്പാറ്റുണ്ട് അല്ലേ. അവസാനമായിട്ട് ഒരു ആയത്ത് വഹും യസ്തരിഖൂന ഫീഹാ റബ്ബന അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. നരകത്തിൽ കറ്റുള്ള ആൾമാര് അങ്ങ് അള്ളാഹുട്ടിക്ക് ചൊല്ല അട്ടഹാസാക്കിക്കൊണ്ടിരിക്കുമ്പോ ആ നരകത്തിൽ പ്രയാസത്തെ അനുഭവിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ചൊല്ലു റബ്ബന ഞങ്ങളെ റബ്ബേ അഖ്രിജ്നാ നഅമൽ സ്വാലിഹ ഒന്ന് ഇതിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ പുറത്തെടുത്താ ഒരു തെല്ല നേരത്തേക്ക് ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾ നീ പുറത്തെടുത്ത അങ്ങനെ പുറത്തെടുത്ത് തന്നെ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ ഈക്ക് മുന്നോല ആക്കാത്ത നന്മയുടെ ഞങ്ങൾ ആക്കിற അല്ലാഹുവേ അതുകൊണ്ട് ഒന്ന് നീ പുറത്തെടുത്തതാ. അപ്പൊ അല്ലാഹു ചൊല്ലു ഉത്തരയിട്ടിക്കര് അവലം നുഅമ്മിറുക്കും ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ. അല്ലാഹു ചൊല്ലേ ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ. മാ യതദക്കറു ഫീഹി മൻ തദക്കർ ആലോചനാക്കും ചിന്തനാക്കുള്ള സമയത്ത് ഞാൻ തന്നിട്ടില്ലേ. നിങ്ങൾക്കോ 60 വർഷം 70 വർഷം ചൊന്തു ഞാൻ നിങ്ങൾക്ക് ദുനിയാവിൽ ആയുസ് തന്നിട്ടില്ലേ. മാത്രമല്ല വജാഅകും നദീർ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകളെ കർത്തിട്ടില്ലേ, വാറിംഗ് തന്റെ ആൾമാരെ കർത്തിട്ടില്ലേ എന്നെങ്കിൽ അനുഭവിക്കൂ. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ആയുസ് തന്നിട്ടില്ല നിങ്ങൾക്ക് അല്ലേ. 60-100 വർഷത്തോളം ആയുസ് തന്നിട്ടില്ലേ. ഉത്ബോധന കിട്ടില്ലേ, അള്ളാന്റെ ആയത്ത് കിട്ടില്ലേ, നബിയുടെ ഹദീസ് കിട്ടില്ലേ, എല്ലാം കിട്ട്. അതൊക്കെ കാത് ബന്ധാക്കിട്ട് കേൾക്കാണ്ട് മനസ്സിനെ ബീഗ ഇട്ടിട്ട് തെച്ചിട്ട് പ്രമാണം ഒന്ന് എന്ത് സത്യ എന്ത് ബാത്തിൽ ചൊന്ത് മനസ്സിലാക്കാണ്ട് ഞങ്ങൾ അങ്ങനെ തെരുവിൽ പോയാ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ തെരു തപ്പാറ്റി വരും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും തീരാ സഹോദരന്മാർ. ഇസ്ലാം ദീന്റെ ഏതേ ഒരു കാര്യം ഞങ്ങൾ അനുഷ്ഠാനത്തിൽ എടുത്ത് വരുമ്പോ അത് അള്ളാഹു റസൂല് ഞങ്ങൾക്ക് പഠിപ്പാട്ടಂತ ಬೇನು അത് പഠിപ്പാട്ടി തന്നില്ല. ഇനി എത്രേ ബെല്ല ആളാക്കിയെങ്കിൽ നബി പഠിപ്പാത്തന്റെ ഫഹുവറത്തുൻ തിരസ്കാരക്കോ അത് എത്രേ ബെല്ലെ അവന് ഇസ്ലാമിക്കിൽ ഡോക്ടറേറ്റ് എടുക്കട്ട് എന്ത് വില എടുക്കട്ട് ഇസ്ലാം ദീനിലില്ലാത്ത പ്രമാണമില്ലാത്ത ഒരു കാര്യത്തെ ഞങ്ങളെ മുന്നോട്ട് ആർവൻ ചൊല്ലനാ ഫഹുവറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരസ്കാരക്കോ സ്വീകരിക്കണ്ട. കാരണം സ്വീകരിച്ചെങ്കിൽ കബൂറിലും ഈ നരകത്തിലും നിങ്ങൾ പ്രയാസം അനുഭവിക്കപ്പെടും. അതുകൊണ്ട് ഭാരി ജാഗ്രത കൊണ്ടു ദീന് ചൊല്ലത് കലിത്തമാശ അല്ല. ചെമ്മത്തെ ആൾമാർക്ക് ഇതൊരു കലിത്തമാശായിട്ട് കാണോറും അല്ലേ. ഇവിടെ ഇത്ര ഗ്രൂപ്പും പാർട്ടിങ്ങും ഉണ്ട് എന്നെങ്കിൽ ഏതായിട്ട് സത്യ ഏതായിട്ട് അസത്യ ചൊന്ത ഞങ്ങൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ ഈ പെരുന്നാളിക്ക് ഇപ്പം ഞങ്ങൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകണ്ടെങ്കിലും അല്ലെ 10 ಅಂಗಡಿಗೆ ಸುತ್ರ ಇದು ಬ್ರ್ಯಾಂಡೆಡ್ നല്ലതാ നല്ല ക്വാളിറ്റാ അല്ലെ പരിശോധന ആക്കറ അല്ലെ സമ ആക്കണോ. ദീന്റെ വിഷയത്തിൽ എത്ര ഞങ്ങൾ പരിശോധന ആക്കിയ കാല് 1 വർഷം 2 വർഷം ഇട്ട് തലയുടെ പലത്ത് ഈ ഡ്രസ്സ് ഞങ്ങൾ എത്ര പരിശോധന കാലിക്കിട്ട ചൊറുപ്പ് പോലും ഒരു 10 ಅಂಗಡಿ ಸುತ್ತಿല്ലേ അല്ലേ. അത് നല്ല ഉണ്ടാ പാലിക്കപ്പെണ്ട നല്ല ക്വാളിറ്റിയാ സ്വന്തം. എന്നിട്ട് മരണാനന്തര നങ്കി പോയിട്ട് എത്തുകില്ല ഒരുത്തനായിട്ട് ആരുമില്ല, പെഞ്ഞ ഇല്ല, മാപ്പിള ഇല്ല, മക്ക ഇല്ല, ആരുമില്ല. ഒരുത്തനായിട്ട് പോകണില്ല അനുഭവിക്കില്ല ജീവനത്തിക്ക് ഞങ്ങൾ എന്താ തയ്യാറാക്കുക. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാൻ തന്നെ ഒരാൾ മരണപ്പെടുമ്പോൾ അതിലെ പിറത്ത് 3 വിഷയം കൊണ്ട് ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ബഉൽ മയ്യിത സലാസത്തുൻ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു ഫർജി ഇസ്നാൻ ഇല്ലാ വാഹിദ വയബ്ഖാ അമലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാൻ തന്നെ ഒരാൾ മരണപ്പെടുമ്പോൾ 3 വിഷയം. ഒന്ന് അവന്റെ
കുടുംബക്കാർ. യത്ബഉൽ മയ്യിത സലാത്തുൻ അഹ്ലുഹു, അവൻ്റെ അഹ്ലുകാർ. ಇವ್ರು ತೋರಿಕೋರು ಅಹ್ಲುಕಾರ್ ಅವತ್ತು ಮರ್ಚೆಂಟಾಂಗೆ ಎಲ್ಲರಿಗೂ ಅರ್ಜೆಂಟ್ ಐತಿಕ್ಕಿರಿ ಎಪ್ಪ ಐತಿಕ್ಕಿರಿ ಮಯ್ಯತ್ ಅಡ್ಕಿರಿ ಅಂತ ನಂಗೆ ಬೋನ್ಗುಣ ಯಾರೈತಿ ആരും കാക്കും ഇഷ്ടപ്പെടില്ല, എത്ര പിരിച്ചത്താലെങ്കും ഇഷ്ടപ്പെടില്ല. എപ്പൈത്തിക്കിற മയ്യത്ത് എടുക്കര് അങ്ങനെ മയ്യത്ത് കുളിപ്പാട്ടിട്ട് അതിനെ കഫനാക്കിട്ട് അല്ലെ മയ്യത്ത് കട്ടില് പള്ളികത്ത് വെച്ചിട്ട് മക്ക മോന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിസ്കരിച്ചിട്ട് എടുത്ത് പോയിട്ട് പള്ളി ഖബർസ്ഥാൻ്റെ അടുത്ത് റെഡി ആയിട്ടുണ്ട് വലിയൊരു ഗുലി അല്ലെ, അതിനുള്ള ഒരു തായ് ഗുലി റെഡി ആയിട്ടുണ്ട്. മയ്യത്തിനടുത്ത് ആ ഗുലികൾ വെച്ചിട്ട് കല്ല് മൂടിയിട്ട് മണ്ണിട്ടിട്ട് അരഗಂಟೆಮ್ಮ ഒരു ಗಂಟೆಮ್ಮ തസ്ബീഹ് ചൊല്ലുന്നു. ആ കബറിന്റെ മേലിൽ പിരിച്ചത്ത് അബ്ബയ്ക്കും, ചിലപ്പോൾ പിരിച്ചത്ത് മോനിക്കും, ചിലപ്പോൾ പിരിച്ചത്ത് ചങ്ങായിമാർക്കും എല്ലാവരും പിന്തിരിഞ്ഞ് പോകണം. ഒരാളും അവിടെ നിൽക്കില്ല, ഒരാളും അവിടെ ബാക്കിയാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ആ അഹ്ലുകാർ നിന്നിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണം. അഹ്ലുഹു വ മാലുഹു, രണ്ടാമത്തെ മാലൈത്തിക്കത്. മാൽ ചെന്നെങ്കിൽ നിന്റെ സമ്പത്ത്, അത് നീ മരിക്കുമ്പോമേ നിന്നിൽ നിന്ന് അത് കണക്ഷൻ തപ്പിപ്പോയിട്ട്, കാരണം നിന്റെ പൈസ അല്ല അത്. അതുകൊണ്ടാ എപ്പോഴും ചൊല്ലൊരു പല വിഷയമുണ്ട്. എന്ത് സഹോദരൻ ഒന്നുണ്ടാ ഞങ്ങ മരിക്കയ്ക്ക് മുന്നോളൂ അത് എത്ര പേരെങ്കിൽ ആവട്ടെ അള്ളാഹു തന്നെ സമ്പത്തില്ലെങ്കിൽ എന്ത് ചെലവാക്കണമ അത് ഞങ്ങൾ സ്വന്തം പൈസ ഇട്ടിക്കരുത്. നാളെ മറിച്ചതിൽ പിന്നെ ഞങ്ങൾക്ക് ഉപകാരക്കിട്ട് പൈസ ഇട്ടിക്കരുത്. അത് അള്ളാഹിൻ്റെ ഭവനത്തുകാവട്ടെ പാവപ്പെട്ടെങ്കിൽ സഹായിക്കുന്ന വിഷയത്തോട്ട് ടോട്ടലായിട്ട് അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് നന്റെ കീശരെ ನಾನು ಈ ವಜಹಿಲ್ಲ ಅಲ್ಲಾಂಡೆ ವಜೆ ಆಗ್ರಹಿಸಿಟ್ಟು ಎಂದ್ರೆ ನಾನು ಸಹಾಯಿಕರೆ ಅದೈಟಿಕ್ಕರೆ ನನ್ನೆ ಕಬೂರುಗೂ ಕಿಟ್ಟರದುം നാളെ ആഖിറത്തിലും കിട്ടരുത്. ನಾನು മരിക്കുമ്പോൾ കോടിക്കണക്കിന് എൻ്റെ ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു, അത് കട്ടവിടെ, അത് നിന്റെ മക്കളെ പൈസ ഇണ്ട്. അങ്ങനല്ലേ അപ്പ മരിക്കുന്നതിന് മുന്നേ പ്രശ്നങ്ങ ഒസ്താദെ സ്വത്ത് എങ്ങനെ ഓതി വയ്ക്കണം, അപ്പ മരിക്കുന്നത് കാക്കോയില്ല അപ്പടെ ഇന്ന നാളെ ഗൊന്തില്ല, അതുകൊണ്ട് സ്വത്ത് എങ്ങനെ ഓതി വയ്ക്കേ അപ്പടെ പൈസ എത്തുന്നത് അതൈറ്റിക്കുന്ന മക്കുള്ള ചിന്തന. അപ്പൊ ഞങ്ങൾക്ക് വേണായിട്ട് ഞങ്ങൾ മരിക്കുന്ന ആള് അവനക്ക് വേണായിട്ട് അവൻ എന്തിനാക്കിയ അവന്റെ സമ്പത്ത് കൊണ്ട് എന്താക്ക അഹങ്കരിച്ചല്ലേ, ധിക്കാരത്ത് ചെലവാക്കിയല്ലേ. എന്നെങ്കിൽ അള്ളാഹിന്റെ വിഷയത്തില് ഒരു ചെലവാക്കുമ്പോ മടി കാട്ടിയാവണു, പാവപ്പെട്ടവನು കൈ നീട്ടി വരുമ്പോ ആ അടി കൊടുപ്പാറ്റിയാവണു അല്ലേ, ചെലവാക്കില്ല. എന്നിട്ട് മരിക്കുന്ന നേരത്തെ അങ്ങ് കേദിക്കുന്നതും കൂടാൻ പഠിപ്പാത്തണ്ട്. ഫാസ്വദ്ദക അല്ലാഹുവേ ഒരു തെല്ല് ടൈം താ, അതെല്ലാം ഞാൻ സ്വതക്കാക്കറ. ഒരു തെല്ല് റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെല്ല് നേരത്തെ ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വന്നിട്ട് എല്ലാം ചെലവാക്കും. എന്നാൽ അള്ളാഹുടെ ഉത്തരവ് വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, ഒരുത്തർ അജലെത്തിണ്ടെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് ടൈം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കില്ല. അപ്പൊ അഹ്ലുകാരും സമ്പത്തും പോയിത്തോണ്ടിൽ നിന്ന് ഇല്ല വാഹിദ ഒന്ന് മാത്രമല്ലേ വയബ്ഖാ അമലുഹു, നങ്ങിർത്തെ അമല്, നങ്ങിർത്തെ പ്രവർത്തന, നങ്ങാക്കിയ നന്മ അത് എന്ത്ര ഉണ്ടോ അത് ഞങ്ങളെ ജീവിതത്തിൽ ഇട്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ ചൊല്ലിയ സൂറത്ത് യാസീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മാ ഖദ്ദമു ആസാറഹും നിങ്ങൾ ആക്കിയ പ്രവർത്തനത്തെ അള്ളാഹു എഴുതി വയ്ക്കറ ആസാറഹും നിങ്ങളെ കൊണ്ട് എന്ത് നന്മയായിട്ട് ദുനിയാവുന്നു നിങ്ങൾ മരിച്ചു പോയാൽ പിന്നെ അള്ളാഹു അതിൽ എഴുതി വയ്ക്കറ. അള്ളാഹു കൃത്യമായിട്ട് കണക്ക് നോക്കുന്നവനെ എത്തിക്കറ. ഞങ്ങൾ ഒരു നന്മ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ നന്മ കൊണ്ട് ദുനിയാവിൽ എത്ര മാത്രം ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ടോ. ഞങ്ങൾ മരിച്ചു പോയാ ഞങ്ങളെ കബൂർ അതിൽ ഇത് എന്തേ അതിൽ പ്രതിഫലം കിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ എന്തായെങ്കിലും ജീവിതം അങ്ങനത്തെ നന്മയാക്കുന്നു. അതേപോലെ ഒരു ബെടക്ക് പഠിപ്പായിട്ടെങ്കും ആ ബെടക്കും ഞങ്ങളെ കബൂർ കിട്ടുന്നു. ആസാറഹും നിങ്ങൾ ആസാരം അള്ളാഹു എഴുതി വയ്ക്കുന്ന വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരന്മാരെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ നിപ്പാട്ട. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ തിങ്കളിലേക്ക് ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 3 പക്ക ആമീൻ ചൊന്തു. അതിൽ ഒരു ആമീനായിട്ടിക്കറ് മിമ്പർക്ക് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്തുമ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പക്ക ആമീൻ ചൊന്തു. അതിൽ ഒരു ആമീനായിട്ടിക്കറ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആതാനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ಬಂತು. എന്നിട്ട് അള്ളാഹിന്റെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലുന്നു ആർക്കെങ്കിലും റമളാൻ തിങ്കൾ കിട്ടിയിട്ടും അവനക്ക് പൊറുക്കൽപ്പെട്ടിട്ടില്ല, അള്ളാഹു അവന്റെ ദോഷത്തെ മാഫാക്കി കൊടുത്തിട്ടില്ല, അവൻ നരകത്ത് കടന്നു പോട്ടു. കുൽ ആമീൻ ഫഖുൽതു ആമീൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നന്റെ ചൊന്തു നബിയെ ആമീൻ ചൊല്ലറോ. ഫഖുൽതു ഞാൻ ചൊന്നെ ആമീൻ ചൊന്തു. ദുആർന്നതാര് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. പ്രാർത്ഥിച്ച് ആമീൻ ചൊന്നാര് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. അതിനർത്ഥ റമളാൻ തിങ്കൾ കിട്ടിയിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തെ പരിശുദ്ധിയാക്കി എടുക്കാണ്ട് തിന്മേൽ അവൻ മുഴുങ്ങിപ്പോയിട്ടെങ്കിൽ കാണ്ടില്ലേ എത്രമ സഹോദരന്മാർ ഇണ്ടും ആ മഗ്രിബ് നോമ്പ് തുറന്നതിൽ പിന്നെ ഒരു ജാഗില് ബസ് സ്റ്റാൻഡിലുള്ള വെച്ചിട്ട് പട്ടം കടിക്കുന്നതും പലക്ക വരുന്നതും ചിരിക്കുന്നതും ഞങ്ങൾക്ക് കാണുകിട്ട് ഇബാദത്ത് എടുക്കുന്ന ഈ നാളില് ശുദ്ധ ജീവിതത്തെ പരിശുദ്ധിയാക്കി എടുക്കുന്ന ഈ നാളില് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ നരകത്തിൽ സ്വർഗത്തിൽ എത്രപ്പെട്ട ഈ
ചാവ് പോലും വ്യർത്ഥമാക്കിക്കൊണ്ടില്ല എത്ര മണങ്ങൾ സഹോദരന്മാരെ കാണുകിട്ടത്. അതുകൊണ്ട് മനസ്സിലാക്കണു ಗೊಂತಿಲ್ಲ ಇನ್ನು ರಮಲಾನ್ ನಂಗೆ ಉಲ್ಲಮಚ್ಚಂತ ಸೊಲ್ಲು ಸಾಧ್യമಲ್ಲ. അതുകൊണ്ട് ജീവിതത്തിൽ ചൊല്ലിയ എൻ്റെ ഒട്ടിക്കേക്ക് നിങ്ങൾ ഓരോരുത്തട്ടാവട്ടെ എന്ത് യാರು ಕೊಡಿ ಬನ್ನಿ അള്ളാഹ് ഒട്ടിക്ക പൊറുക്കല്ല കേട്ടിട്ട് എന്ത് തപ്പുണ്ടോ അതിൽ തിദ്ദിട്ട് കറക്ഷൻ ആക്കിയിട്ട് നല്ല ജീവിതത്തിൽ മുന്നോട്ട് പോന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ಅದಕ್ಕೆ ನಂಗೆ ಅನುಗ್ರಹಿಕಟ್ಟು ಆ ಭಯಾನಕമായ ಕತ್ರೆ ನರಗത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാവരും കാത്ത് സലാമത്താക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സഹോദരന്മാർ പാലസ്തീനിൽ ഈ നേരത്തോളം പ്രയാസത്തെ പ്രതിസന്ധിയിലേക്ക് നേരിട്ടിട്ടില്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി. കാരണം ಆಗ ഞങ്ങളെ സഹോദരന്മാരെ എത്തിക്കൊള്ളൂ. മുസ്ലിം ചൊന്നെങ്കിൽ ഒരേ ശരീരത്തെ പോലെ എത്തിക്കണു. ശരീരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നൊമ്പലായിട്ടായെങ്കിൽ ഇടീ ശരീരം നൊമ്പൽ അനുഭവിക്കുന്നത് അതേപോലെ എത്തിക്കരുത്. എത്രമാ മക്കങ്ങ എത്രമാ പെണ്ണിങ്ങ എത്രമാ ഉമ്മമാർ എത്രമാ സഹോദരന്മാർ മരണപ്പെട്ടു പോയിട്ടുള്ളൂ. അങ്ങനെ ഒരേ ഒരു വിഷയത്തിക്ക് ഞങ്ങൾ ജീവൻ പോയെങ്കും അള്ളാഹു അനുഗ്രഹിച്ച് ഈ ഭൂമിയുടെ ഞങ്ങൾ വിട്ടിട്ടല്ല ചൊല്ലേ വിഷയത്തിലായിട്ടിക്ക് അല്ലെ ബിൽഡിങ്ങിന്റെ അടിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ ചൊല്ലേ നക്ക് എൻ്റെ റബ്ബുമായി ചൊല്ലുമ്പോൾ സഹോദരന്മാരെ ആ ഈമാനുള്ള മുഅ്മിനീൻക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് സബൂർ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റായത്തേക്ക് സ്വസ്ഥതയും സമാധാനത്തെയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഈ നോമ്പിലും ഈ സമുദായത്തെ പിന്നെ തത്വാഞ്ച് പല ആൾമാർ അന്യായത്തിൽ ബന്ധനത്തിലുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വേഗം ഞങ്ങൾക്ക് പരിപൂർണമായ ന്യായത്തെ കൊടുത്തു ആ ബന്ധനത്തിൽ മുക്താവുക അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നമ്മത്തിലെ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആ കത്രെ ഭയാനകമായ നൊമ്പല മാത്രമേ അനുഭവിക്കരേ അട്ടഹാസം മാത്രമേ കേൾക്കരേ ആ ഭയാനകമായ ജഹന്നമിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാവരും കാത്ത് സലാമത്താക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിന്റെ കലാമായ വിശുദ്ധ ഖുർആനും നിന്റെ റസൂലിന്റെ സുന്നത്തിനനുസരിച്ച് ജീവിക്കരേ യഥാർത്ഥ മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.